പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയെപ്പറ്റി ചില കാര്യങ്ങളൊന്ന് സംസാരിച്ചാലോ? നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ, ആ ഇന്ത്യയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ മരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന മരണം, അല്ലേ? ശുഹദാക്കളുടെ, ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന മരണം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. 4 കാര്യം ചെയ്യാൻ തയ്യാറാണോ? നിസ്സാരമായ 4 കാര്യം. അല്ലാഹു തആല ഒന്നല്ല രണ്ടല്ല 1000 ശുഹദാക്കളുടെ പ്രതിഫലം തരും. ഒരു സൂറത്ത് പറഞ്ഞുതരാം, ആ സൂറത്ത് ഓതിക്കോ, അല്ലാഹു തആല 1000 ശുഹദാക്കളുടെ പ്രതിഫലം തരുമെന്നാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിൽ കേൾക്കാം. അവസാനം വരെ വീഡിയോ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, ആദ്യമായി എല്ലാവർക്കും, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ വീഡിയോകൾ കാണുന്ന ഇതിൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള എല്ലാവർക്കും നല്ല ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ഇനിയും ഒരുപാട് നാൾ ഐശ്വര്യത്തിലും സമാധാനത്തിലും ശാന്തിയിലും സൗഹൃദത്തിലും ഒരുപാട് കാലം നീണാൾ വാഴട്ടെ. ജനാധിപത്യം ഇവിടെ തിരിച്ചു വരട്ടെ. ഭരണഘടന അത് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനായി പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിന് അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. രാജ്യത്തിൻ്റെ ശത്രുക്കൾ, രാജ്യത്തിൻ്റെ അകത്തും ശത്രുക്കളുണ്ട്, പുറത്തും ശത്രുക്കളുണ്ട്, അല്ലേ? അവരൊക്കെ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഒരുപാട് നമ്മുടെ രാജ്യത്തുണ്ട്. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷരാണ്, ദലിതന്മാർ, അതുപോലെ ക്രൈസ്തവർ, അങ്ങനെ ഒരുപാട്. ഇന്നിപ്പോൾ ന്യൂനപക്ഷമാകുന്ന മുസ്ലിമീങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളുമാണ്. അവർക്കെതിരെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പം നമ്മൾ അല്ലെ, നമ്മൾ അറിഞ്ഞല്ലോ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ എത്രയോ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ഫാസിസ്റ്റുകൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ശത്രുക്കൾ, അവർ നമുക്ക് കേടാണ്. എപ്പോഴും നമ്മൾക്ക് ഉപദ്രവം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസാമിലും അതുപോലെ ബീഹാറിലും ഹരിയാനയിലും ബംഗാളിലൊക്കെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെയൊക്കെ വീടുകൾ നശിപ്പിച്ചു കളയുകയാണ്, അല്ലേ? ബുൾഡോസർ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളയുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ രാജ്യം, ഇനിയുള്ള കാലം നമുക്ക് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും കിട്ടി, എല്ലാവിധത്തിലുള്ള ഖൈറു ബറക്കാത്തുകൾ നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മളെപ്പോഴും നല്ലവണ്ണം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ രാജ്യത്തെ എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയമാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്ത്യ, അല്ലേ? നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യക്ക് ഒരുപാട് ചരിത്രമുണ്ട് പറയാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരിത്രം പറയാനുള്ള രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയായിരിക്കും, അല്ലേ? പിന്നെയോ നമ്മുടെ പരിശുദ്ധമായ കഅബ ഉൾപ്പെടുന്ന മദീന, മക്ക ഉൾപ്പെടുന്ന പുണ്യമായ നഗരം, അല്ലേ? മക്ക, മദീന. അപ്പോൾ അതിനൊക്കെ മുമ്പേ നമുക്ക് ചരിത്രം പറയാനുണ്ട്. എങ്ങനെ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുമ്പോൾ എവിടെയാണ് എത്തുന്നത്? അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോണിലാണ്, ഇന്നത്തെ ശ്രീലങ്കയിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലുകുത്തുന്നത്. എന്നിട്ട് ഇന്ത്യയിലൂടെ മഹാനവറുകൾ 40-ൽ പരം പ്രാവശ്യം പരിശുദ്ധമായ കഅബയിലേക്ക് പോയിട്ടുണ്ട്, സൗദി അറേബ്യയിലേക്ക് പോയിട്ടുണ്ട്, കാൽനടയായിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങിയ സ്ഥലം എവിടെയാണ്? ശ്രീലങ്കയിലാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാകുന്ന തമിഴ്നാട്ടിൽ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചിട്ടുണ്ടെന്നാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബർ എവിടെയാണെന്നറിയോ? ആദം നബിയുടെ ഖബർ എവിടെയാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് എഴുതണേ. ചുമ്മാ നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം എത്ര പേര് ശരി ഉത്തരം പറയുന്നുണ്ടെന്ന് നോക്കാം. ഇതിന് സമ്മാനമൊന്നുമില്ല കേട്ടോ. സമ്മാനം കൊടുക്കാനുള്ള ആണെങ്കിൽ ഒരുപാട് പേർക്ക് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്കത് തീരുമാനിക്കാം. ഇപ്പോൾ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകും നമ്മുടെ വല്ലുപ്പാടെ ഖബർ എവിടെയാണ് ഉള്ളത് എന്ന് അറിയാവുന്നവർ നമ്മുടെ കമൻറ്റിൽ ഒന്ന് എഴുതിയാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് നോക്കാമല്ലോ എത്ര ആളുകൾക്ക് അറിയാമെന്ന്. അപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ
ഇന്ത്യയുടെ ആ ഒരു മൊത്തത്തിലെ ആ ഒരു രൂപം ഭാവം എടുത്തു നോക്കിയാൽ കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്, പടിഞ്ഞാറ് അറബിക്കടലാണ്, വടക്ക് ഹിമാലയം പർവ്വതമാണ്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഏകദേശം 32,87,263 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതിയിലാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കുന്നത്. 3214 കിലോമീറ്റർ നീളമുണ്ട്, 2933 കിലോമീറ്റർ വീതിയുണ്ട്, 28 സംസ്ഥാനങ്ങൾ, അതുപോലെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 400ഓളം നദികൾ, 7 പ്രധാനപ്പെട്ട മതങ്ങൾ, 4000ഓളം ജാതികൾ, 22ലധികം ഭാഷകൾ, താഴ്വരകൾ, മലകൾ, കാടുകൾ, കടലുകൾ, കായലുകൾ, സമതല പ്രദേശങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ്. വലിപ്പത്തിൽ 7ാം സ്ഥാനവും ജനസംഖ്യയിൽ 140 കോടിയായി 2ാം സ്ഥാനത്തായിരുന്നു. ഇന്നത് മാറി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വിശാലമായ രാജ്യമാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ. ആ സുന്ദരമായ ഇന്ത്യക്ക് വൈദേശികരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ പൂർവികന്മാർ അല്ലെ, മുസ്ലിമീങ്ങളായ അതുപോലെ ഹൈന്ദവരായ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് 78ഓളം വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം അത് നീ നിലനിർത്തി തരണേ അല്ലാ. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ മുമ്പിൽ അക്രമങ്ങൾ നടക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പള്ളികൾ തകർക്കപ്പെടുന്നു, മദ്രസകൾ തകർക്കപ്പെടുന്നു അല്ലെ, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ അടിച്ചു കൊല്ലുന്നു. മുസ്ലിമീങ്ങളെ മാത്രമല്ല, മറ്റു മതവിശ്വാസികളെയും ന്യൂനപക്ഷമാകുന്ന മറ്റു മതവിശ്വാസികളെയും ഉപദ്രവിക്കുന്നു, അന്യായമായി അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറയാം. സ്വാതന്ത്ര്യം കിട്ടണം. വൈദേശികരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനി കിട്ടേണ്ടത് സ്വദേശികളായ ഫാസിസ്റ്റുകളിൽ നിന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവിധ നന്മയും ഉണ്ടാകും, എല്ലാവിധ ഖൈറും ഉണ്ടാകും. അതിനായിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദുആരക്കണം. നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങൾ അവരൊക്കെ ഒരുപാട് കഷ്ടത്തിൽ, പ്രത്യേകിച്ച് ആസാമിലുള്ള അതുപോലെ തന്നെ ഫലസ്തീൻ ഗസയിലുള്ള അവിടെയും ഒരുപാട് പ്രയാസമാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കണം. എങ്ങനെ ദ്വാരക്കണം? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ദുആ നമ്മൾ മറക്കണ്ട. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. ഈ ദുആ നമ്മൾ മറക്കാതെ പറയാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചെറിയൊരു അനുസ്മരണം പോലെ പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മളെല്ലാവരും അല്ലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഷഹീദിൻ്റെ കൂലി കിട്ടണം അല്ലെ. ശുഹദാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് ശുഹദാക്കൾ. പറയപ്പെട്ടിട്ടുണ്ട് ശുഹദാക്കളായ, അതായത് ഒരു ഷഹീദിൻ്റെ ഒരു തുള്ളി രക്തം, ഷഹീദിൻ്റെ ഒരു തുള്ളി രക്തം എന്ന് പറഞ്ഞാൽ ലോകത്ത് അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ലെന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഷഹീദിന് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അതിൽ മരണപ്പെട്ട് ഷഹീദിൻ്റെ കൂലി കിട്ടാൻ ഇപ്പോൾ നമ്മുടെ ഈ കാലത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല, നമുക്കതിന് കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ ശത്രുക്കളുമായിട്ടൊന്ന് യുദ്ധം ചെയ്യാൻ പോകണ്ട. അതല്ലാതെ ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന, ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന 4 കാര്യങ്ങൾ, ശുഹദാക്കളുടെ പ്രതിഫലം ഒരു ശുഹദാഇന്റെ അല്ല, 100 ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുമെന്നാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു ഷഹീദ്. ഇത് ഒരു ഹദീസാണ്. ഫലഹു അജ്റു ഷഹീദ് ഫലഹു അജ്റു മിഅത്ത് ഷഹീദ് എന്നും ഒരു ഹദീസിൽ കാണാൻ പറ്റും. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം അവർ ഛിന്ന ഭിന്നമായി പോകും. അവർ ആ സമയത്ത് എൻ്റെ ഒരു സുന്നത്തിന് മുറുകെ പിടിച്ചാൽ അവർക്ക് 100 ശുഹദാക്കളുടെ പ്രതിഫലമാണെന്നാണ്. നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ അതിനെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുക. സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ അല്ലെ, ഇന്നലെ നോമ്പ് പിടിച്ചവരൊക്കെ ഉണ്ട്, അവ സുന്നത്തായ നോമ്പുകൾ. അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പുള്ള ദിക്ർ അല്ലെ, വലത് കൈ കൊണ്ട് കഴിക്കുക, ബിസ്മി പറയുക അല്ലെ, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയുക. സുന്നത്തായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. തലമറക്കുക അല്ലെ, ബാത്റൂമിൽ കയറുമ്പോൾ തലമറക്കുക, ഇടതുകാല് കൊണ്ട് കയറുക, ഇറങ്ങുമ്പോൾ വലതുകാല് കൊണ്ട് ഇറങ്ങുക. ഇങ്ങനെ നിരവധി അനവധി സുന്നത്തുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ അജ്റു ഷഹീദ്, ഷഹീദിൻ്റെ കൂലിയാണ്, ഷഹീദിൻ്റെ കൂലിയാണ്. സ്വതക്ക കൊടുക്കുക, ഖുർആൻ ഓതുക, ദിക്ർ പറയുക, സ്വലാത്ത് പറയുക, ഇങ്ങനെ അനവധി നിരവധി പ്രതിഫലം, നമുക്ക് ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുക. രണ്ടാമത്തേത് ളുഹാ നിസ്കാരം നമ്മൾ പതിവാക്കുക.
അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പലർക്കും ആഗ്രഹമുണ്ട് അതിങ്ങനെ തുടർത്തിക്കൊണ്ട് പോവാൻ, പക്ഷേ പിശാച് സമ്മതിക്കുന്നില്ല. ചില ആളുകൾക്ക് അത് തുടങ്ങാൻ ഒരു മടി, തുടങ്ങിയ പിന്നെ നിസ്കരിക്കണ്ടേ. ദുഹാ നമസ്കാരം അത് നിത്യമാക്കുക, അവനിക്കും കിട്ടും അജ്റു ഷഹീദ്, ശുഹദാക്കളുടെ പ്രതിഫലം. ദുഹാ നമസ്കാരത്തിൻ്റെ ടൈം, ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ കിടക്കുന്നില്ല, എന്നാലും പറയട്ടെ. ദുഹാ നമസ്കാരത്തിൻ്റെ ടൈം സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ദുഹായുടെ സമയം തുടങ്ങുന്നു. ഏകദേശം ദുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ ദുഹായിൻ്റെ സമയമുണ്ട്. ഒരു 7 മണി 7:30 കറക്റ്റ് നല്ലൊരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് ദുഹാ നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന നിയത്ത് വെച്ച് കൈകെട്ടുക. ഇതാണ് ദുഹാ നിസ്കാരം. നമുക്കറിയാവുന്ന സൂറത്തുകൾ ഓതുക, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, ഏത് സൂറത്ത് വേണമെങ്കിലും നമുക്ക് ഓതാം. അത് കഴിഞ്ഞ് നല്ലവണ്ണം ദുആരക്കുക. അപ്പോൾ ദുഹാ നമസ്കാരം കൃത്യമാക്കുന്നവർക്ക് അജ്റു ഷഹീദ്, ഷഹീദിൻ്റെ പ്രതിഫലമാണ്. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുക്കുന്നു, അനസേ ഇനസ്തതഅത അബദൻ അലാ വുദൂഇ ഫകുൻ. അതായത് ഒരാൾക്ക് വുദൂ നിത്യമായി കൊണ്ട് നടക്കാൻ പറ്റിയാൽ, വുദൂ നിത്യമായി കൊണ്ട് നടക്കാൻ പറ്റിയാൽ, വുദൂ മുറിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി വുദൂ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിത്യജീവിതത്തിൽ വുദൂ നിത്യമാക്കുന്നവരാണെങ്കിൽ അവർക്ക് ഫലഹു അജ്റു ഷഹീദ് കുത്തിബ ലഹു ഷഹാദ, അവർക്ക് അല്ലാഹു തആല ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കും. ഒരാൾ വുദൂഓടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ, നിസ്കാരത്തിനെടുത്ത വുദൂ, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ എടുത്ത വുദൂ, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ എടുത്ത വുദൂ, ആ വുദൂയിലായിട്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഫലഹു അജ്റു ഷഹീദ്, അവനക്ക് ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. അപ്പോൾ വളരെ സിമ്പിളല്ലേ, നമ്മൾ വുദൂ നിത്യമാക്കുന്നവരായി മാറുക. ഒരാൾ വുദൂ എടുത്തു, ഇനിയിപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ബാത്റൂമിലേക്കൊക്കെ പോയാൽ വുദൂ മുറിയും, അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും വുദൂ എടുക്കുക. അങ്ങനെ വുദൂ നിത്യമാക്കുന്നവരായി മാറുക. നാലാമത്തേത്, ഒരു മനുഷ്യൻ വുദൂഇന് ശേഷം വുദൂ എടുത്ത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തുൽ ഖദ്ർ 3 വട്ടം ഓതിയാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അഅതാഹുല്ലാഹു അജ്റ അൽഫ് ഷഹീദ്, 1000 ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് അഅതാഹുല്ലാഹു അജ്റ അൽഫ് ഷഹീദ്, 1000 ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടും. എങ്ങനെ? സൂറത്തുൽ ഖദ്ർ വുദൂഇന് ശേഷം 3 വട്ടം ഓതിയാൽ. നമുക്കൊന്ന് ഓതിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അപ്പോൾ സൂറത്തുൽ ഖദ്ർ ഓതുക. വുദൂഇന് ശേഷം 3 വട്ടം എന്ത് കിട്ടും? ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടും. അപ്പോൾ ഷഹീദായി നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നെങ്കിലും മുറുകെ പിടിച്ചോ, നമുക്ക് എന്ത് ചെയ്യും? ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു തആല തരും. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോടൊക്കെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് മുഅ്മിനീങ്ങൾ, പാവപ്പെട്ടവർ, ഒരുപാട് ആളുകൾ. അല്ലാഹുവേ, ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, അവരുടെയൊക്കെ പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. സൂറത്തുൽ ഖദ്റിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട്, റഹ്മാനെ, മുത്തായ റസൂലിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിത്തരണേ അല്ലാ. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധമായ റബീഉൽ അവ്വലിലായിരിക്കും, അല്ലേ? ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. വസന്തം വരികയാണ്, വസന്തം വരികയാണ്. മുത്ത് ഹബീബിൻ്റെ, മുത്ത് റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമാവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. വസന്തമേ സ്വാഗതം, മുത്തുനബിയുടെ മാസമേ സ്വാഗതം. മർഹബാ മർഹബാ യാ ഷഹ്റ റബീഉൽ അവ്വൽ. അല്ലാഹുവേ, ആ റബീഉൽ അവ്വലിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സ്വലാത്ത് പറയാൻ, ഇപ്പോൾ തന്നെ ഒരുപാട് സ്വലാത്ത്, ഉമ്മമാർ 1 കോടി സ്വലാത്ത്, 10 കോടി സ്വലാത്തൊക്കെയാണ് പല ആളുകളും, പല മഹല്ലത്തുകാരും, പല ഗ്രൂപ്പിലുള്ളവരൊക്കെ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂട്ടത്തിലും പല ഉമ്മമാരും ഒക്കെ ഉപ്പമാരും ഒക്കെ ഈ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, സ്വലാത്ത് അധികരിപ്പിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്, സ്വലാത്ത് പരമാവധി അധികരിപ്പിക്കുക. സ്വലാത്ത് അധികരിപ്പിക്കും തോറും നമുക്ക് ഗുണങ്ങൾ, നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവേ പടച്ചവനെ, മുത്തായ ഹബീബിൻ്റെ ആ തിരുസുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കാനും, സ്വലാത്ത് ഒരുപാട് കണ്ട് പറയാനും, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും, സ്വർഗത്തിൽ മുത്ത് റസൂലിൻ്റെ കൂടെ ഒരുമിച്ച് ചേരാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറു ബറകാത്തുകൾ തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.